നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കരയാതെ മോളെ, ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവളുടെ മുമ്പിൽ വെച്ച് കാർത്തി മോളോട് അങ്ങനെ പെരുമാറിയതുണ്ടാവും മോൾക്ക് സങ്കടം. എന്തായാലും അത് വിട്ടുകള്, അത് കാർത്തിയല്ലേ. ഞങ്ങള് കാർത്തിയെ കുറ്റം പറഞ്ഞാലും കുറച്ചു കഴിയുമ്പോ നിങ്ങള് രണ്ടാളും ഒന്നാവും. ഞാൻ എന്ത് തെറ്റാ ചെയ്ത നിങ്ങൾ പറയും. അവക്കൊരു പണി കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവള് മൈഥിലി എന്തെല്ലാം ദ്രോഹങ്ങളാ നമ്മളോട് ഓരോരുത്തരോടും ചെയ്യുന്ന. അത് ACP മനസ്സിലാക്കാത്ത എന്താ? എന്നെ ACPയുടെ കയ്യിൽ നിന്നും തല്ലി ഒളിക്കാൻ വേണ്ടി അവള് കുഞ്ഞിന്റെ മിൽക്ക് പൗഡറിൽ പാറ്റയിട്ടു. നേരെ അതവള് ചെയ്തതാ. മനുഷ്യനാരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അത്? എന്തൊരു ദ്രോഹം അത്! എന്തായാലും അവളതിനെ പ്രസവിച്ചല്ലേ. ഏതെങ്കിലും ഒരു പെറ്റമ്മ അങ്ങനെ ചെയ്യോ? അവളൊരു മൃഗം പോലും അല്ല മോളെ. നമ്മൾ ഈ കാട്ടാൻ നിന്നോ കാവാലിക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വിചിത്ര ജീവിയാണ്. അത് കൂടാതെ അവളും അമ്മായും കൂടെ അമ്പലത്തിൽ പോയില്ലേ? അമ്മായി എന്താ അവള് ചെയ്തെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ ACPക്ക് അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാ ഇവളെ ഇങ്ങനെ സംരക്ഷിക്കുന്നെ? എനിക്ക് പേടിയാവുന്നമ്മ. ഇനി ACPക്ക് ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ മോളെ. മോളെ, നീ കാർത്തിയുടെ ഭാഗത്തു നിന്നൊന്നും ചിന്തിക്കും, ഇമോഷണൽ ആവാതെ. അവളുടെ ഭാഗത്തു നിന്ന് സമാധാനത്തോടെ വിവാഹമോചനം നേടണം. അവള് കുട്ടിയെ ചോദിക്കാൻ ഇടവരരുത്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. ഇതിനൊക്കെ വേണ്ടിയാ അവൻ തന്ത്രപരമായൊരു സമീപനം ആ പെൺകുട്ടിയോട് കാണിക്കുന്നത്. അതല്ലാതെ അവന് മോളോട് സ്നേഹക്കുറവുണ്ടായിട്ടൊന്നും അല്ല. അതെ, ജേട്ടൻ പറഞ്ഞത് അതിന്റെ സത്യം. നിന്നോട് വഴക്കിട്ട് പോയതിന്റെ പേരില് അവനിപ്പോ നിന്നേക്കാൾ ഏറെ വിഷമിക്കുന്നുണ്ടാവും. അവൻ വലിയ പോലീസ് ഓഫീസറാണെന്നേ ഉള്ളൂ. ആളൊരു പഞ്ചപാവ മോളെ. അവൻ നിന്നോട് പിണങ്ങുമ്പോ നീ ഇരട്ടി സ്നേഹിക്കണം. അതാ വേണ്ടത്. അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. ദേവിങ് വന്നേ. എന്താ ചേട്ടാ? അത് കൊള്ളാം, നല്ല ഐഡിയ. വാ, മോളിങ് വന്നേ. എന്താ അച്ഛാ? വിവാഹ ജീവിതം സന്തോഷപ്രദമാക്കാൻ 10 വഴികൾ എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ എഴുതിയതാ. വാ, പഠിപ്പിച്ചത്. എന്നിട്ടെന്താ ഗ്രന്ഥകർത്താവിന്റെ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാവാതിരുന്നത്? അത് തലവിധി. നീ വാ മോളെ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.